ഇന്ന് കുറച്ച് ചെടികളെ കൂടെ പരിചയപ്പെടുത്തി തരാം. ഇത് ചന്ദനം ഒരു പാരസൈറ്റാണ്, സെമി പാരസൈറ്റാണ്. അതിൻ്റെ കൂടെ അത് വേറെയുള്ള ചെടികളുടെ വേരുകളിൽ നിന്നാണ് ഭക്ഷണം സ്വീകരിക്കാമെന്ന് കണ്ടു. അപ്പോൾ ചന്ദനത്തിൻ്റെ കൂടെ ഒന്നെങ്കിൽ മുരിങ്ങയോ അല്ലെങ്കിൽ വേപ്പോ അതല്ലെങ്കിൽ തേക്കോ ഒക്കെ കൂടെ വെച്ച് കൊടുക്കണമെന്ന് വായിച്ചു. നെടുമ്പാശ്ശേരി അടുത്ത്, അതായത് നെടുമ്പാശ്ശേരിയിൽ നിന്ന് അങ്കമാലിക്ക് പോണ റൂട്ടിൽ റൈറ്റ് സൈഡിലുള്ള ഒരു നഴ്സറിയിൽ നിന്നാണ് ഇത്രയും ചന്ദനത്തൈ കിട്ടിയത്. ഇപ്പോൾ നമുക്ക് ചന്ദനത്തൈയൊക്കെ വയ്ക്കാം. പണ്ട് നമുക്ക് ഗവൺമെൻറ് അനുവദിച്ചിരുന്നില്ല ചന്ദനത്തൈ വയ്ക്കാൻ. ഇപ്പോഴാണെങ്കിൽ നിയമപ്രകാരം ചന്ദനത്തൈ ഒരു 30 കൊല്ലമൊക്കെ ആയിക്കഴിഞ്ഞാൽ അത് ഗവൺമെൻറ് അറിയിച്ചു. ഗവൺമെൻറ് തന്നെ ഫോറസ്റ്റുകാർ വന്ന് വെട്ടി കൊണ്ടുപോകുന്നു തോന്നുന്നു. നമുക്കതിൻ്റെ പൈസ കിട്ടും. ഒരു 70% നമുക്ക് പൈസ. വെള്ളച്ചന്ദനം അറിയാലോ, ഒരു 30 കൊല്ലം കഴിഞ്ഞാൽ അതിൻ്റെ വില ലക്ഷങ്ങളാണ്. തൈക്ക് അത്ര വിലയൊന്നുമില്ല, കാരണം തൈ ആരും അധികം വാങ്ങിക്കൊണ്ട് പോകുന്നില്ല. എനിക്ക് ബാർഗെയിൻ ചെയ്ത് 80 രൂപ പെർ തൈന് കിട്ടി.